നമുക്ക് എല്ലാ ചാപ്റ്ററിലും എല്ലാ മൊഡ്യൂൾസിലെയും തിയറീസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം തിയറീസ് നമുക്ക് പാർട്ട് എയിൽ ഓൾമോസ്റ്റ് എല്ലാ തിയറി ആയിരിക്കും. 1-2 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് പ്രോബ്ലം ആയിട്ട് വരാറുള്ളൂ. ബാക്കിയെല്ലാം തന്നെ തിയറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന മൊഡ്യൂൾ നമുക്കറിയാം ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ വരാം? 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻസ്? എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ ടു ഓർ എക്സ്പ്രഷൻ. അല്ല, 2 എക്സ്പ്രഷൻ നമ്മൾ ഈക്വൽ ആണെന്ന് പറയില്ലേ മക്കളെ? ഇപ്പോൾ 3x ഈസ് ഈക്വൽ ടു 6 അല്ല, അപ്പോൾ 3x എന്ന് പറയുന്നത് 6നോട് ഈക്വൽ ആണ്. അങ്ങനെ 2 എക്സ്പ്രഷൻസ് ഈക്വൽ ആണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വേഷൻസ് എന്ന് പറയുക. ഇതിന് 1 or more ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. അത് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ലേ, അത് എക്സ് ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ 2 സൊല്യൂഷൻസ് ഉണ്ടാവാമെന്ന് മനസ്സിലായോ? അതായത് 1 or അതിലധികമോ സൊല്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇക്വേഷൻസ് പറഞ്ഞാൽ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ 2 എക്സ്പ്രഷൻസ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. 2 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തി വരില്ല ചിലപ്പോൾ എഴുതി വരുമ്പോൾ, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ എഴുതി വെക്കാം. പലതരത്തിലുള്ള ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, ക്വാഡ്രേറ്റിക് ഉണ്ട്, ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ക്വാഡ്രേറ്റിക് തന്നെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇതുവരെ അങ്ങനെ എപ്പോഴും വന്നു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, എന്നാലും നോക്കി വയ്ക്കുക. ഒരു ഇക്വേഷൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ആഡഡ് ടു ബോത്ത് സൈഡ്. നമുക്കറിയാം ഇപ്പോൾ 3x ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അല്ലേ മക്കളെ? 3x എന്ന് പറയുന്ന 6നോട് തുല്യമാണ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. മനസ്സിലായോ? അതായത് ഏതൊരു ക്വാണ്ടിറ്റിയും എനിക്ക് എന്ത് ചെയ്യാം? 2 സൈഡിലും വേണമെങ്കിൽ ആഡ് ചെയ്താലും എന്ത് തന്നെയായിരിക്കും? സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ 2 സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ ഞാൻ സബ്ട്രാക്ട് ചെയ്താലും സെയിം എഫക്റ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും, ഏതൊരു നമ്പർ ഡിവൈഡ് ചെയ്താലും, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്ത് ഫംഗ്ഷൻ ഞാൻ 2 സൈഡിലും ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരേ എഫക്റ്റ് തന്നെയായിരിക്കും. അതാണ് ഇക്വേഷൻ്റെ സവിശേഷത. ക്ലിയർ ആയോ? യെസ്. ഇനി വാട്ട് ഈസ് ലീനിയർ ഇക്വേഷൻ? എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുക. ദ പവർ ഓഫ് ദ അൺനോൺ ഇൻ ദ ലീനിയർ ഇക്വേഷൻ വിൽ ബി 1. ഇത്തരം ഇക്വേഷൻസിൻ്റെ പവർ എപ്പോഴും എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എന്താ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ പറഞ്ഞാൽ? അത് ലീനിയർ ഇക്വേഷൻ തന്നെ പോലെയുള്ളതാണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വേരിയബിൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 3x ഈസ് ഈക്വൽ ടു 6, 3x എന്ന് പറഞ്ഞാൽ 6നോട് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ എന്ത് മാത്രം സോൾവ് ചെയ്തെടുത്താൽ മതി? ആകെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ അല്ലേ? ഏത് വേരിയബിൾ മാത്രമേ ഉള്ളൂ? എക്സ്. അപ്പോൾ 3x ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻ, അങ്ങനെയുള്ള ലീനിയർ ഇക്വേഷനെയാണ് നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുക. ഇനിയിപ്പോൾ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾ, ഇപ്പോൾ 3x + 5y നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സും വൈയും സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സും വൈയും സെഡും സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അത്തരം ഇക്വേഷൻ നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്നാണോ പറയുക? അല്ല, എന്തെന്ന് പറയാ? സൈമൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പോൾ വാട്ട് ഈസ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? ക്വാഡ്രേറ്റിക് ഇക്വേഷൻ ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി. അതായത് ഏത് ഫോമിലായിരിക്കണം? ax² + bx + c = 0. അതായത് x² ടേം അവിടെ ഉണ്ടാവും അല്ലേ? x² ടേം ആ ഒരു ഇക്വേഷനിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സിൻ്റെ ടേം ആ ഇക്വേഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. യെസ്, സൂം ചെയ്യാൻ പറ്റുന്നില്ല. യെസ്, x² ടേം ഉണ്ടായിരിക്കും, എക്സിൻ്റെ ടേം ഉണ്ടായിരിക്കും, അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാഡ്രേറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ 5x² + 3x + 2 = 0. അപ്പോൾ അവിടെ x² ഉണ്ട്, എക്സ് ഉണ്ട്, എക്സ് ഇല്ലാത്തൊരു ടേം, അതിനെയാണ് കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷനെയാണ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ എന്ന് പറയുക. ക്ലിയർ ആയോ മക്കളെ? യെസ്. ഇനി ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് സാധാരണ എക്സും വൈയും സോൾവ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ്. അതങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ആസ് പ്രൊഡക്റ്റ് ഓഫ് 2 or more. 2 അതിലധികമോ വേരിയബിൾസിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫാക്ടറൈസേഷൻ. ഇതൊരു കോമൺ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുക, എക്സും വൈയും സോൾവ് ചെയ്തെടുക്കുക കേട്ടോ. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിലൊന്നാമതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ഒരു കമ്പനിക്ക് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത സിറ്റുവേഷനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. നോ പ്രോഫിറ്റ് നോ ലോസ്. മനസ്സിലായില്ലേ? ലാഭം ഉണ്ടാവില്ല അവിടെ, പിന്നെ എന്തുണ്ടാവില്ല? അപ്പോൾ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് there is no profit, there is no loss. മനസ്സിലായില്ലേ? R is equal to അല്ലെങ്കിൽ റവന്യൂ TR is equal to TC ആയിരിക്കും. ടോട്ടൽ റവന്യൂ, കിട്ടുന്ന വരുമാനവും ടോട്ടൽ കോസ്റ്റ്, മൊത്തം ചിലവായ പൈസ എന്തായിരിക്കും? തുല്യമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുക. എന്ത് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? എന്ത് ഈക്വിലിബ്രിയം? നോട്ട് ചെയ്തോ, ഈക്വിലിബ്രിയം. വാട്ട് ഈസ് ഈക്വിലിബ്രിയം? മാർക്കറ്റ് ഡിമാൻഡ് MD ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ കേട്ടോ. മാർക്കറ്റിലെ ഡിമാൻഡും മാർക്കറ്റിലെ സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥേനെ പറയുന്ന പേരാണ് എന്ത്? എന്തോന്ന്? ഈക്വിലിബ്രിയം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നോട്ട് ചെയ്യുക. ഇനി ഫ്രീ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആയിട്ട് ഗുഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ പ്രൈസ് എത്രയായിരിക്കും മക്കളെ? മാർക്കറ്റ് സപ്ലൈ ഈക്വൽ ആവാം. വെൻ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. കിട്ടിയോ നമ്മളെ? ഇനി ഫ്രീ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഗുഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് 0 ആകുന്ന ഗുഡിനെയാണ് ഫ്രീ ഗുഡ് എന്ന് പറയാം കേട്ടോ. ഇനി മാക്സിമം ഡിമാൻഡിലേക്ക് എത്തുമ്പോൾ പ്രൈസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം എടുത്തപ്പോൾ അത് ചെയ്ത് പഠിക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഹിബി ഇല്ലേ ഇന്ന്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ല എല്ലാവർക്കും? സെക്കൻഡ് മൊഡ്യൂൾ 2 മെട്രിക്സ്. എന്താണ് മെട്രിക്സ്? ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനിൽ ചിലപ്പോൾ വാട്ട് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതി, മാർക്ക് കിട്ടും. കാരണം അത് പക്ക മാത്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. വാട്ട് ഈസ് മെട്രിക്സ്? മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ സിമ്പിൾസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റിനകത്ത് റെക്റ്റാങ്കുലറായിട്ട് നമ്മൾ നമ്പറുകളെയും സിമ്പിളിനെയും അറേഞ്ച് ചെയ്യുന്ന രീതിനെയാണ് മെട്രിക്സ് എന്ന് പറയുക. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1850 JJ സിൽവെസ്റ്റർ ആണ്. അതങ്ങനെ അത് എഴുതണമെന്നില്ല. നിങ്ങൾ മെട്രിക്സ് എന്താണെന്ന് ഇതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ അവസരം കിട്ടിയാൽ മക്കളെ വെറുതെ കളയരുത്, എക്സാമ്പിൾ വരച്ചിന്ന് വെക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ സിമ്പിൾസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി പലതരത്തിലുള്ള മെട്രിക്സ് ഉണ്ട്. ഇതിന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് വരും. ഈ ടൈപ്സ് ഓഫ് മെട്രിക്സിന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു റോ മാത്രം. നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി കേട്ടോ. ഈ PDF അധികം ഇല്ല. നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് മെട്രിക്സിൻ്റെ പ്രോബ്ലം എടുത്ത സമയത്ത് ഓൾറെഡി നമ്മൾ ഇതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് തന്നെ കാണാം. മെട്രിക്സിൻ്റെ ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് അതിനകത്ത്, ടൈപ്സ് ഓഫ് മെട്രിക്സ് എക്സ്പ്ലനേഷൻ അടക്കും വിത്ത് എക്സാമ്പിൾ അടക്കും. അത് പഠിച്ചാൽ മതി, കാരണം എക്സാമ്പിൾസ് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വേഗം പറഞ്ഞാൽ ഒരാൾ റോ മെട്രിക്സ് പറഞ്ഞാൽ വൺ റോ. വെരി ഗുഡ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ കോളം മെട്രിക്സ് എന്താ? ഒരു കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം. നൾ മെട്രിക്സ് പറഞ്ഞാൽ എല്ലാ വാല്യൂസും എന്താ? സ്ക്വയർ മെട്രിക്സ് പറഞ്ഞാൽ റോയും ഈക്വൽ നമ്പർ ആയിരിക്കും. ഈക്വൽ നമ്പർ, അതായത് 3 റോയും 3 കോളവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 4 റോയും 4 കോളം. അതൊക്കെ സ്ക്വയർ മെട്രിക്സ് ആണ്. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽസ്
അതിന്റെ വേറൊരു പേര് എന്താ? യൂണിറ്റ് മെട്രിക്സിന്റെ വേറൊരു പേര്? അതിന് ഏത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ഐ. എക്സാമിന് ചിലപ്പോൾ 5i കാണാൻ പറയും. 5i എന്ന് പറഞ്ഞാൽ 5നെ ഐഡന്റിറ്റി മെട്രിക്സ് ഇൻഡു ചെയ്യാൻ അർത്ഥം കേട്ടോ. ഡയഗണൽ മെട്രിക്സ് നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. വെരി ഗുഡ്. സ്കാലർ മെട്രിക്സ് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ഡയഗണൽസിന്റെ താഴെയുള്ള എലമെന്റുകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോഴോ ഡയഗണലിന്റെ മുകളിലുള്ളതൊക്കെ 0 ആയിരിക്കും. ഈക്വൽ മെട്രിക്സ് ഐഡംപോർട്ടന്റ്. ചിലപ്പോൾ ഐഡംപോർട്ടന്റ് ചോദിക്കാം. എന്താ ഐഡംപോർട്ടന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മെട്രിക്സ് എടുത്താലും അതിന്റെ സ്ക്വയർ എടുത്താലും നമുക്ക് സെയിം ആയിട്ട് ഇപ്പോൾ 1 ആണെങ്കിൽ എല്ലാ എലമെന്റും 1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എത്രയായിരിക്കും മക്കളെ? അപ്പൊ അങ്ങനെ ഈക്വൽ ആയിട്ട് കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഡംപോർട്ടന്റ് മെട്രിക്സ് എന്ന് പറയുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താ സിംഗുലർ മെട്രിക്സ്? ഡിറ്റർമിനന്റ് നമുക്ക് കാണുമ്പോൾ 0 ആണെങ്കിൽ സിംഗുലറും 0 അല്ലെങ്കിൽ നോൺ സിംഗുലറും അല്ലേ? ഇനി ട്രാൻസ്പോസ് എങ്ങനെ കാണാം? ഒരു മെട്രിക്സിന്റെ റോയൊക്കെ മാറ്റി എന്താണ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? It is a given matrix is a transpose of the matrix formed by cofactors of the element. ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ വെച്ചിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെന്ത് കാണണം? ട്രാൻസ്പോസ് ചെയ്യുക. അതിനെയാണ് അഡ്ജോയിന്റ് അല്ലെങ്കിൽ ADJ എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ വരാറുണ്ട്. അഡ്ജോയിന്റിന് വേറെ ലെറ്റർ ഉണ്ടല്ലോ, അറിയാലോ? ഓർമ്മയില്ലേ? അഡ്ജോയിന്റ് ആ സിമ്പല് പഠിക്കാം കേട്ടോ. ഇനി റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് ആ വാല്യൂ കേട്ടോ, അതിനെയാണ് റാങ്ക്. ചിലപ്പോൾ തിയറി വരാം, അത്രയേ ഉള്ളൂ. ക്രാമേഴ്സ് റൂൾ എന്താ? ക്രാമേഴ്സ് റൂൾ എന്തിനാ യൂസ് ചെയ്യണേ? സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് മെട്രിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്രാമേഴ്സ് റൂൾ. അപ്പോൾ ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ സോൾവിങ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. It makes use of determinants and so knowledge of this is necessary before proceeding. അത് എഴുതണമെന്നില്ല, ജസ്റ്റ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന മാതിരി ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ സോൾവിങ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി വെറുതെ ഒരു ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ക്രാമേഴ്സ് വെച്ചോ ഇക്വേഷൻ വെച്ചോ സോൾവ് ചെയ്യാം കേട്ടോ. സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇന്ന മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ക്രാമേഴ്സിന് എടുത്ത് പറയും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ അതിൽ പഠിച്ചാൽ മതി കേട്ടോ. എന്താ സിമെട്രിക് എന്ന് പറഞ്ഞാൽ? സിമെട്രിക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് സിമെട്രിക്. ഈക്വൽ അല്ലെങ്കിലോ അസിമെട്രിക്. യെസ്, അത് വന്നിട്ടുണ്ട്. അതാണ് ചോദിച്ചത്, ഒരാൾ കുട്ടി ഡൗട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങൾ പഠിക്കുക. മൊഡ്യൂൾ 3 സീക്വൻസ്. സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എന്താണ് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ്. ഒരു ഒബ്ജക്റ്റിനെ, ഒരു ഇവൻറ്റിനെ നമ്മൾ ഓർഡർ ആക്കി എഴുതുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക. സീക്വൻസ് പല ടൈപ്സ് ഉണ്ട്. ഫൈനൈറ്റ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്. എന്താ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു സീക്വൻസിലാകെ 10 ടേമേ ഉള്ളതെന്ന് വിചാരിക്കുക. 10 ടേം കഴിയുമ്പോൾ സീക്വൻസ് അവസാനിക്കും. അതാണ് ഫൈനൈറ്റ്. ക്ലിയർ ആയോ? ഇപ്പോൾ 2, 4, 6, 8, 10 അങ്ങനെ നമ്മൾ എഴുതിയില്ലേ? നമ്മൾ മക്കളെ കേൾക്കുന്നില്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, അതിന് ഇത്ര ടേംസ് ഉള്ളൂ. അപ്പോൾ അതാണ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അതോടുകൂടി അത് അവസാനിക്കുകയാണ് സീക്വൻസ്. പക്ഷേ ഇൻഫൈനൈറ്റ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്നിങ് ദ ഫൈനൈറ്റ് സീക്വൻസ്. മനസ്സിലായോ? അവിടെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുപോലെ ഈ സീക്വൻസും സീരീസും നമ്മൾ ഡിഫറൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ സീക്വൻസ്? സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്വൻസ് അതായത് ഇപ്പൊ 2, 4, 6, 8 എക്സെട്ര ഇത് സീരീസ് ആണോ സീക്വൻസ് ആണോ? അത് സീക്വൻസ് ആണ്. അപ്പൊ 2 + 4 + 6 + 8 + എക്സെട്ര ആണെങ്കിലോ
ദാറ്റ് ഈസ് സീരീസ്. അപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. കോമ ഇട്ട് തരികയാണെങ്കിൽ അതെന്താണ്, സീക്വൻസ് ആണ്. പ്ലസ് ഇട്ട് തരികയാണെങ്കിൽ അത് സീരീസ് ആണ് കേട്ടോ. യെസ്. അപ്പോൾ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പറിൻ്റെ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഫൈനൈറ്റും, അതിൻ്റെ നമ്പർ ഓഫ് ഇൻഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് സീരീസുമാണ് കേട്ടോ. ഇനി സീക്വൻസും സീരീസും നമ്മൾ ഡിഫറൻസ് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല, എന്നാലും വെറുതെ നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം, അത്രയേ ഉള്ളൂ. 5 മാർക്കിനൊക്കെ വന്നാലോ. സീക്വൻസ് പറഞ്ഞാൽ സം ഓഫ് എലമെൻറ്റ് ദാറ്റ് അലൗസ് എ പാറ്റേൺ, ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ എലമെൻറ്റുകളെ നമ്മൾ സെറ്റ് ചെയ്യുക. സീരീസ് അങ്ങനെയല്ല, സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സീക്വൻസ്, സീക്വൻസിൻ്റെ സമ്മിനെയാണ് സീരീസ് എന്ന് പറയുക. ഇനി ഓർഡർ ഓഫ് എലമെൻറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ സീക്വൻസിൽ എലമെൻറ്റിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സീരീസിൽ എന്തില്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. യെസ്. ഇനി അതിന് എക്സാമ്പിൾ കൊടുക്കുക. 1, 2, 3, 4, 5 ദാറ്റ് ഈസ് സീക്വൻസ്. 1 + 2 + 3 + 4 + 5 ആണെങ്കിലോ അതവിടെ 5 വെച്ച് സ്റ്റോപ്പ് അല്ലേ മക്കളവിടെ എക്സിറ്റർ ഇട്ടിട്ടില്ല. അപ്പോൾ എക്സിറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഫൈനൈറ്റാ. ഇനി എക്സിറ്റർ ഇടാണെങ്കിലോ ഇൻഫൈനൈറ്റ്. ക്ലിയർ ആയോ? ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ഇപ്പോൾ ക്ലിയർ ആയോ മക്കളെ? സെറ്റായോ? യെസ്. ഇനി എന്താണ് പ്രോഗ്രഷൻ? ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ്. അപ്പോൾ ഈ പ്രോഗ്രഷനിൽ പല ടൈപ്സ് ഉണ്ട്. അരിത്തമെറ്റിക് ഉണ്ട്, ജോമെട്രിക് ഉണ്ട്, ഹാർമോണിക് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഗ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ പ്രഡിക്റ്റബിൾ മാനർ. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്പറുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സീരീസിനെയാണ് പ്രോഗ്രഷൻ എന്ന് പറയുക. മനസ്സിലായോ? അതിൽ പല പ്രോഗ്രഷൻ ഉണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റൻറ്റ്. പ്രത്യേകം പറയണം കേട്ടോ, തുടർച്ചയായ ടേമുകളുടെ ഡിഫറൻസ് എന്തായിരിക്കണം മക്കളെ? തുടർച്ചയായ ടേംസുകളുടെ ഡിഫറൻസ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ 2, 4, 6, 8. അപ്പോൾ 4 2 കുറച്ചാലും 6 4 കുറച്ചാലും 8 6 കുറച്ചാലും തൊട്ട് മുൻപത്തെ ടേം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത്തരം സീക്വൻസിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ക്ലിയർ ആണോ മക്കളെ? സെറ്റായോ? യെസ്. അപ്പോൾ എന്താണ് ജോമെട്രിക് സീക്വൻസ്, ജോമെട്രിക് പ്രോഗ്രഷൻ? ഇതൊക്കെ വരാറുണ്ട് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. It is a sequence of numbers where each term after the first is found by multiplying the previous one by a fixed non-zero number called common ratio. ഒരു കോമൺ റേഷ്യോ വെച്ച് നമുക്ക് തൊട്ട് മുൻപത്തെ ടേമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുക. അതിവിടെ ഒരു ടേമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു കോമൺ റേഷ്യോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സെയിം ആയിരിക്കണം ആ കോമൺ റേഷ്യോ. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞേ, ജോമെട്രി പ്രോഗ്രഷൻ എക്സാമ്പിൾ പറഞ്ഞേ. 8/4. 8. അപ്പോൾ 4, 8, എന്ത് വരും? 16 അല്ല, അങ്ങനെയല്ലേ വരണേ? യെസ്. അതായത് 4, 8, 16, 32 അങ്ങനെയല്ലേ പോകുന്നത്? അതായത് ഒരു ടേമും തൊട്ട് മുൻപത്തെ ടേമും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഒരു കോമൺ റേഷ്യോ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള അത് എക്സാമ്പിളൊക്കെ എഴുതണട്ടോ മക്കളെ. നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ എവിടെ അവസരം കിട്ടിയോ കളയരുത്. അവിടെ നിങ്ങൾ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്ത ഫുൾ മാർക്ക് സെറ്റാണ്. ഈ പേപ്പറിന് അങ്ങനെ അധികം ആരും ഫെയിൽഡൊന്നും ആവാറില്ല. നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അത്ര സിമ്പിൾ പേപ്പർ അത് കേട്ടോ. യെസ്. അടുത്ത ഹാർമോണിക് പ്രോഗ്രഷൻ. It is defined as a sequence of real numbers which is determined by taking the reciprocal. ആ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേം ആണ് റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. മനസ്സിലായോ? അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നമ്മൾ റെസിപ്രോക്കൽ ചെയ്യുക. എന്താ റെസിപ്രോക്കൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ? തിരിച്ചിടുക. മനസ്സിലായോ? ഇപ്പോൾ 2, 4, 6 അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ ഹാർമോണിക് പ്രോഗ്രഷൻ എങ്ങനെ വരിക? 1/2, 1/4, 1/8 എക്സെട്ര. ക്ലിയർ ആയില്ലേ? 1/6 എക്സെട്ര. ക്ലിയർ ആയില്ലേ? അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നിങ്ങൾ മറിച്ചിടുന്നതിനെയാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുക. ഓക്കെ. എക്സാമ്പിളൊക്കെ എഴുതണം കേട്ടോ നിങ്ങൾ. എക്സാമ്പിളൊക്കെ എഴുതണേ. എന്തിനവസരം കിട്ടിയാൽ എന്താടാ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ സീറോ അല്ലാത്ത ഒരു കോമൺ റേഷ്യോ വെച്ച് നമുക്ക് തൊട്ട് മുൻപത്തെ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം പൂർണ്ണമായിട്ടും. അതായത് എക്സാമ്പിൾ ഇപ്പോൾ 4,
8,16,32 എക്സെട്ര. അതായത് മോളെ ഒരു ടേം എടുക്കുകയാണെങ്കിൽ തൊട്ട് മുൻപത്തെ ടേമിലിടാ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനെയാണ് കോമൺ റേഷ്യോ എന്ന് പറയും. ക്ലിയർ ആയോടാ? അത് സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഹാർമോണിക് പ്രോഗ്രഷൻ വരെ കേട്ടോ. യെസ്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അടുത്ത ഇൻട്രസ്റ്റ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? when the interest is calculated for every period only on the പ്രിൻസിപ്പൽ എമൗണ്ടിന്മേൽ മാത്രം നമ്മൾ ഒരു പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് പലിശ കണ്ടെത്തുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുക. ക്ലിയർ ആയോ? അത് ഏത് എമൗണ്ടിലാണ് കണ്ടുപിടിക്കുക? നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിൽ. എന്താ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ? ഡെപ്പോസിറ്റ് ചെയ്ത ഒറിജിനൽ എമൗണ്ട്. ഒറിജിനൽ എമൗണ്ട് വഴി നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് കാണുള്ളൂ. അതിൽ നമുക്ക് എത്ര പലിശ പിന്നീട് കിട്ടിയാലും അതും കൂടി കൂട്ടൂല നമ്മൾ. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ എത്ര പീരീഡിലേക്കാണെങ്കിലും പലിശ കാണുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഇത്ര എഴുതിയാൽ പോരാ, ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഏതാ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇക്വേഷൻ? എന്നിട്ട് വേണമെങ്കിൽ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, 6 റേറ്റ്. ഇതൊക്കെ എഴുതി വെക്കുക കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ലെങ്തി ആക്കാൻ പറ്റുമോ അതുമായി ബന്ധപ്പെട്ട് അറിയാമോ ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക കേട്ടോ. ഓക്കെ. വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദ ഇൻട്രസ്റ്റ് ഫോർ വൺ പീരീഡ് ഈസ് കോമ്പൗണ്ടഡ് ടു ദ പ്രിൻസിപ്പിൾ ടു ഗെറ്റ് പ്രിൻസിപ്പിൾ ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. എന്താ അതിൻ്റെ അർത്ഥം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ കിട്ടിയ ഇൻട്രസ്റ്റ് എന്താവും? പ്രിൻസിപ്പിളിൻ്റെ കൂടെ നമ്മൾ കോമ്പൗണ്ട് ചെയ്യും. എന്നിട്ട് അടുത്ത വർഷത്തെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ എമൗണ്ട് ആയിരിക്കും. കത്തിയില്ല? അതായത് ഇപ്പോൾ ഈ വർഷം ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, നമുക്കൊരു 800 രൂപ പലിശ കിട്ടി. അപ്പോൾ അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പിന്നെ എത്രയായിരിക്കും? 10,800. 10,000 കൂടെ 800 കൂടി കൂട്ടണം. മനസ്സിലായോ? 10,000 എന്ന് പറഞ്ഞാൽ 1000 എന്നല്ല പറഞ്ഞത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഒരു 10,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് 800 രൂപ നമുക്ക് പലിശ കിട്ടിയാൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ പ്രിൻസിപ്പളായിട്ട് കണക്കാക്കുക 10,000 അല്ല 10,800. 10,000 കൂടെ ഇൻട്രസ്റ്റ് കൂട്ടും. ഇനി സെക്കൻഡ് ഇയറിലും 10,000 വെച്ചാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റാണ്. അതില്ലേ? യെസ്. എന്താണ് ആനുവിറ്റി? സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും ആ പ്രിൻസിപ്പളിൽ മാത്രമേ പലിശ കാണുള്ളൂടാ. കണക്കാക്കൂല. ഇൻട്രസ്റ്റ് കൂട്ടൂല പ്രിൻസിപ്പളിന്റെ കൂടെ. വാട്ട് ഈസ് ആനുവിറ്റി? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ദാറ്റ് ഒക്കർ അറ്റ്. എന്താ ആനുവിറ്റിയുടെ ഒരു പ്രോബ്ലം അല്ലേ? അത് എടുത്തിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ആനുവിറ്റിയുടെ പ്രോബ്ലം തൊട്ടിട്ടില്ല. കാരണം ആനുവിറ്റിയിൽ കുറേ പ്രസന്റ് വാല്യൂ ഫീച്ചറുകൾ കുറേ ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് വല്ലപ്പോഴും പ്രോബ്ലം വരുന്നത്. പക്ഷേ തിയറി നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളൂ. തിയറി എന്തായാലും വരും കേട്ടോ. Yes. Annuity is a series of equal payments or receipt that occur at spaced intervals. അതായത് ഓരോ ഇൻ്റർവെൽസ് ഇല്ലേ മക്കളെ, ഒരു 1 മന്തോ അല്ലെങ്കിൽ 1 വീക്കോ അതിനുള്ളിൽ നമുക്ക് തുല്യമായിട്ട് നമ്മൾ അടയ്ക്കേണ്ട പേയ്മെൻറ്റുകളെയോ അല്ലെങ്കിൽ തുല്യമായിട്ട് നമുക്ക് കിട്ടേണ്ട പൈസേനെയോ അതിൻ്റെ ഒരു സീരീസിനെയാണ് ആനുവിറ്റി എന്ന് പറയുക. അപ്പോൾ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാനുള്ള പൈസ ഒരു സ്പേസ്ഡ് ഇൻ്റർവെൽസിൽ നമ്മൾ അടയ്ക്കൽ. ഇപ്പോൾ EMI പോലെ ഇക്വയർഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെയല്ല, മാസം നമ്മൾ ഇത്ര എമൗണ്ട് വെച്ച് അടയ്ക്കല്ലേ ചെയ്യുക. അതിന് ശരിക്കും ഒരു ആനുവിറ്റിയാണ്. അപ്പോൾ നമ്മൾ അടയ്ക്കാനുള്ള പൈസയോ നമുക്ക് കിട്ടാനുള്ള പൈസയോ എങ്ങനെ ഒരു സ്പേസ്ഡ് ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടാണെങ്കിൽ ആ സീരീസിനെയാണ് ആനുവിറ്റി എന്ന് പറയുക. കത്തിയ മക്കളെ, നമ്മളിപ്പോൾ ഒരു വണ്ടി അതന്നെ, അത് പേയ്മെൻ്റ് ആവാം, നമുക്ക് റെസിപ്റ്റ് ആവാം, കിട്ടുന്നതാവാം, നമ്മൾ അടയ്ക്കേണ്ടതാവാം കേട്ടോ. രണ്ടും ആവാം. അത് രണ്ടും ആനുവിറ്റിയാണ്. ഇനി പ്രസൻറ്റ് വാല്യൂ PV എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ചിലപ്പോൾ എക്സാമിന് വാട്ട് ഈസ് PV എന്ന് ചോദിക്കുള്ളൂ കേട്ടോ. എന്താ PV എന്ന് പറഞ്ഞാൽ? പ്രസൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് എ കറൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം ഓഫ് മണി ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഗിവൺ എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയില്ലേ 10 വർഷം കഴിഞ്ഞിട്ട് 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്രയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അതിന് എത്ര രൂപ വാല്യൂ ഉണ്ട് നമ്മൾ പറയില്ലേ, അതിനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുക. അതായത് ഇറ്റ് ഈസ് എ കറൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം ഓഫ് മണി
ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഗിവൺ എ സ്പെസിഫൈഡ്. അതായത് ഒരു പ്രത്യേക പലിശ നിരക്കിൽ അല്ലെങ്കിൽ പ്രത്യേക റേറ്റ് ഓഫ് റിട്ടേണിൽ ഇത്ര വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട പൈസ, അന്ന് നമുക്ക് ആ കിട്ടുന്ന പൈസ ഇന്നത്തെ എത്ര രൂപയ്ക്ക് തുല്യമാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രസന്റ് വാല്യൂ. സത്യ? ഫ്യൂച്ചറിൽ കിട്ടുന്ന പൈസ പ്രസന്റിൽ അതിന്റെ എത്ര വാല്യൂ അതന്നെ എത്ര വാല്യൂന് ഈക്വൽ ആണ്. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞത്തെ 500 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര രൂപയ്ക്ക് തുല്യമാണ്? ചിലപ്പോൾ ഇന്നത്തെ ഒരു 800 രൂപയ്ക്കോ 1000 രൂപയ്ക്ക് തുല്യമായിരിക്കും. സത്യ സംഭവം? അത് കണ്ടെത്തുന്നതിനാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. യെസ്. അടുത്ത വാട്ട് ഈസ് എഫക്റ്റീവ് റേറ്റ്. എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാലും എഫക്റ്റീവ് ഈൽഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ആക്ച്വൽ റേറ്റ് ദാറ്റ് ഏൺ ഓൺ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പേ ഓൺ എ ലോൺ ആഫ്റ്റർ ദ എഫക്റ്റ് ഓഫ് കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി ആർ കൺസിഡേർഡ്. അതായത് കൂട്ടുപലിശ നിരക്കിൽ നമ്മളൊരു ലോൺ അടയ്ക്കില്ലേ, ലോൺ അടയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പൈസ നിക്ഷേപിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ആക്ച്വൽ റേറ്റില്ലേ മക്കളെ തിരിച്ച് കിട്ടുന്ന റിട്ടേൺ, എഫക്റ്റീവ്ലി നമുക്ക് കിട്ടുന്ന തിരിച്ച് കിട്ടുന്ന പ്രതിഫലം, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് റേറ്റ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ് ഡെപ്പോസിറ്റോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് റിട്ടേൺ കിട്ടും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് കിട്ടും. അതിൻ്റെ ആ ആക്ച്വൽ റേറ്റിനെയാണ് എഫക്റ്റീവ് ഈൽഡ് എന്ന് പറയുക. കത്തിയോ? അത് ഇൻവെസ്റ്റ്മെൻറ്റിലാവാം, ലോൺ ആവാം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതാണ്, നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കാനുള്ളതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതന്നെ, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് ഇത്ര നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി, പേ ബാക്ക് പീരീഡ് പോലെ. മനസ്സിലായോ? അതന്നെ. എന്താണ് പെർപെച്വിറ്റി? എന്താ പെർപെച്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതുപോലെ കാണാതെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് അത് കോമൺ ആയിട്ടുള്ള വേർഡ് അല്ലാത്തതുകൊണ്ട് ടേം അല്ലാത്തത് ഇതുപോലെ പഠിക്കുക. ഇറ്റ് ഇസ് എൻ ആനുവിറ്റി. ഇതൊരു ആനുവിറ്റിയാണ്. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒക്വർ ചെയ്യുന്ന. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനന്തമായി അല്ല, ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സ്പേസിൽ ഇൻ്റർവെൽസിൽ ഒരു ഈക്വലായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനുവിറ്റിനെയാണ് പെർപെച്വിറ്റി എന്ന് പറയുക കേട്ടോ. നിങ്ങൾക്ക് ആനുവിറ്റി എന്താണെന്ന് അറിയാലോ? എന്താ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിൽ ഇൻ്റർവെല്ലിൽ ഫിക്സഡ് ആയിട്ട് അടയ്ക്കേണ്ട എമൗണ്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് കിട്ടേണ്ട എമൗണ്ടിനല്ലേ ആനുവിറ്റി എന്ന് പറയാം, അല്ലേ? ഇല്ല, അതന്നെ, അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇൻഡെഫിനിറ്റ്ലി ആണ്. അങ്ങനെ ഇൻഡെഫിനിറ്റ്ലി ചേർത്താൽ അത് പെർപെച്വിറ്റി ആയി. ക്ലിയർ ആയോ? ഇനി ഡെഫേർഡ് പെർപെച്വിറ്റി എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ഇൻഡെഫിനിറ്റ് പേയ്മെൻറ്റ് ദാറ്റ് ബിഗിൻസ് അറ്റ് എ ലേറ്റർ ടൈം ബിക്കോസ് ഓഫ് ടൈം വാല്യൂ പ്രിൻസിപ്പിൾ ഓഫ് മണി. അതായത് ഈ അടവ് തുടങ്ങുന്നത്, അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കേണ്ടത് എപ്പോഴാണ്? പിന്നീടാണ്, ഇപ്പോഴല്ല. പിന്നീട് ഇത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു തുടങ്ങിയാൽ മതി. മനസ്സിലായോ? ചില ലോണുകളൊക്കെ അങ്ങനെയല്ലേ, ഇപ്പം നിങ്ങൾ ലോൺ തരാം, പക്ഷേ ബാങ്ക് പറയും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അടച്ചു തുടങ്ങിയാൽ മതി ആ ലോൺ എന്ന് പറയില്ലേ. അപ്പം അങ്ങനെയുള്ള സാധനമാണ് ഡെഫേർഡ് പെർപെച്വിറ്റി. ക്ലിയർ? ഓക്കെ. എന്താണ് CAGR? CAGRൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് വായിച്ചു വിട്ടാൽ മതി, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ EMI ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് EMI? EMI എന്ന് പറഞ്ഞാൽ ഇക്വേറ്റഡ് മന്ത്. എന്താ പറഞ്ഞത്? വേണോ? ഓക്കെ. ഒരു മാർക്ക് പോലും വിട്ട് കിടക്കാൻ തയ്യാറല്ല അല്ലേ? EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞില്ല കേട്ടോ. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയും EMI ആണ്. നമുക്കറിയാം, ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് എമൗണ്ട് മെയ്ഡ് ബൈ എ ബോറോവർ ടു എ ലെൻഡർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. അല്ലേ? എല്ലാ മാസവും ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ കടമെടുത്ത ആൾ ആരുടെ കയ്യിൽ നിന്നാണോ കടമെടുത്തത് അവരിലേക്ക് നമ്മൾ അടയ്ക്കേണ്ട ആ ഒരു തുല്യമായിട്ടുള്ള പേയ്മെൻറ്റിനെയാണ് നമ്മൾ EMI എന്ന് പറയുക. അപ്പോൾ EMIയുടെ ഫുൾ ഫോം ആദ്യം എഴുതുക, എന്താണെന്ന് ഇത് ഇക്വേഷൻ എഴുതുക കേട്ടോ. ഇനി എന്താണ് CAGR? CAGR പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് വുഡ് ബി റിക്വയർഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഇല്ലേ, അതിൻ്റെ ഗ്രോത്തും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ കൺസിഡർ ചെയ്യുക. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വർഷവും ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരേപോലെ ആയിരിക്കില്ല. ഏട്ടാ ദിയാ? അതായത് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഒരു സാധനത്തിന് കിട്ടുന്ന റിട്ടേൺ ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ ഗ്രോത്ത് ഉണ്ടാവും. ഷെയറിൻ്റെ ഒക്കെ വാല്യൂ അങ്ങനെയല്ലേ, ചിലപ്പോൾ ഷെയറിൻ്റെ വാല്യൂ കൂടാൻ കുറയാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ യെസ്, അതല്ല, ആ ഗ്രോത്തും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ആ റിട്ടേൺ കേട്ടോ. ഓക്കെ. ഇനി നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും. എന്താ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ
ഇൻഫ്ലേഷനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നതെങ്കിൽ അത് നോമിനലാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അല്ലേ. ഇനി ഇൻഫ്ലേഷന് ശേഷമാണെങ്കിലോ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിലോ, അല്ല ഇൻഫ്ലേഷന് മുമ്പത്തെ ഇതാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻഫ്ലേഷന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കേട്ടോ. ഒന്നിട്ട് പറയാം, നോമിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻ ടു അക്കൗണ്ട്. മനസ്സിലായോ? പണപ്പെരുപ്പത്തിന് മുമ്പത്തെ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് കാണുകയാണെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പറയാം. ഇനി അതും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വർക്കൗട്ട് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? ബിഫോർ ടേക്കിങ്ങും ആഫ്റ്റർ ടേക്കിങ്ങും കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂൾ 5. നല്ലൊരു ആവറേജ് എങ്ങനെയായിരിക്കണം പറഞ്ഞോ? നല്ലൊരു ആവറേജ് എങ്ങനെയായിരിക്കണം? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഇറ്റ്? ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്. വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. അതിന് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതെല്ലാ ഒബ്സർവേഷൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതെന്ത് ചെയ്യുന്നു? ആവറേജ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. വാട്ട് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻറ്ററിലുള്ള വാല്യൂവിൽ ശരാശരി വാല്യൂ, നടുക്കത്തെ വാല്യൂ, അതിനെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുക. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ ആവറേജസ് പഠിക്കണം മക്കളെ? ഈ ചാപ്റ്ററിൽ മീനുണ്ട്, മീഡിയൻ, മോഡ്. ഈ മീന് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ജോമെട്രിക് മീനുണ്ട്, ഹാർമോണിക് മീനുണ്ട് കേട്ടോ. ഓക്കെ. എന്താണ് അരിത്തമെറ്റിക് മീൻ? അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് ചെയ്താൽ എന്താ? ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കേട്ടോ. ആ സെൻറ്റൻസ് മറന്നു പോരുന്ന മക്കളെ. മീൻ ചോദിച്ചാലും, മീഡിയൻ ചോദിച്ചാലും, മോഡ് ചോദിച്ചാലും, ജോമെട്രിക് മീൻ ചോദിച്ചാലും, ഹാർമോണിക് മീൻ ചോദിച്ചാലും ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞേ ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് അതായത് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് അതെന്ന് പറയുന്നത്. എന്നിട്ട് പറയാം മീൻ എന്താ? മീൻ ഈസ് ദ സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അതിൻ്റെ ഇക്വേഷൻ എഴുതിയുള്ളവർ കേട്ടോ. എല്ലാ വാല്യൂസും കൂടി കൂട്ടിയിട്ട് ബൈ എത്ര ഐറ്റം ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് ശരാശരി. എന്താണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യും, അതിൻ്റെ വെയിറ്റും കൂടി കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഒരു 5 സബ്ജക്റ്റിന് കിട്ടിയ മാർക്കാണെങ്കിൽ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്തില്ലേ മക്കളെ? BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ. അപ്പോൾ BBA ആയിക്കോട്ടെ അല്ലെങ്കിൽ BCom ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ +2 എല്ലാ സബ്ജക്റ്റും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുമോ? ഇംഗ്ലീഷും മലയാളമൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല. അതായത് BCom ആണെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഏതാണ് ആ കോമ്പിനേഷൻ അതിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ശരാശരി കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ശരാശരി കാണുന്നതെങ്കിൽ അതിനെയാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് എന്ന് പറയുക. കത്തിയാ? ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി സയൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ എടുക്കുള്ളൂ, മാത്സും. അതിൻ്റെ സോഷ്യൽ എടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ക്ലിയർ? സെറ്റാണോ? യെസ്. ഇനി അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ മക്കളെ എല്ലാത്തിൻ്റെയും മെറിറ്റ്സ് ചോദിച്ചാൽ ഒരൊറ്റ ആൻസർ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ. നമ്മൾ ആദ്യം പഠിച്ച ആവറേജിൻ്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ മക്കളെ? ഇല്ലേ? അത് തന്നെ എല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജിൽ എഴുതിയാൽ മതി. അരിത്തമെറ്റിക് മീൻ ചോദിച്ചാലും, മീഡിയൻ ചോദിച്ചാലും, മോഡ് ചോദിച്ചാലും, എന്തിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാലും മക്കൾ അത് എഴുതി വെച്ചോ. ആദ്യം നിങ്ങളത് എന്താണെന്ന് എഴുതിയിട്ട് അഡ്വാൻറ്റേജ് എഴുതാം കേട്ടോ. 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടിപ്പോയിട്ട് പോയിന്റ് ഇട്ട് അഡ്വാൻറ്റേജ് എഴുതരുത്. ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? ആദ്യം അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് എഴുതുക. എന്നിട്ട് പറയാം ദ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഇട്ട് നല്ല വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. സെറ്റല്ലേ? ഫിദ എവിടെ പോയി? ഫിദ ഇറങ്ങിയോ? ഓക്കെ. ഇനി ഡീമെറിറ്റ്സ്. അരിത്തമെറ്റിക് മീൻ്റെ ഡീമെറിറ്റ്സ് എന്താ? അതും വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 പോയിന്റ് കോമൺ ആയിട്ട് പഠിച്ചു വെച്ചോ. അതെന്താണ്? ആക്യുറേറ്റ്ലി അല്ല, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അളക്കാൻ പറ്റുന്നത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞൊരു 3 പോയിന്റ്. ഈ ഓരോ സിറ്റുവേഷനിലെ ആവറേജസ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും വേറെ വേറെ പറയുന്നുണ്ടല്ലോ. ഇല്ലില്ല, ഏകദേശം എല്ലാം അത് ആവറേജ് ആയതുകൊണ്ട്
കോമൺ പോയിന്റ്സ് പഠിച്ചാൽ മതി കേട്ടോ മോളെ. അപ്പൊ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഈസി ടു കാൽക്കുലേറ്റ് അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അത് ഇനി അഡ്വാൻറ്റേജിൽ ഈസി ടു കാൽക്കുലേറ്റ് ആണെന്ന് എഴുതാൻ പറ്റുമോ? എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പം മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ. ഓക്കെ, ജോമെട്രിക് മീൻ. എന്താ ജോമെട്രിക് മീൻ? ഇറ്റ് ഈസ് ജോമെട്രിക് മീനുണ്ട് മക്കളെ, ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കി വെക്കരുത് കേട്ടോ ദയവ് ചെയ്ത് കേട്ടോ. എന്താണ് ജോമെട്രിക് മീൻ? ഇറ്റ് ഈസ് nth പോസിറ്റീവ് റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് n പോസിറ്റീവ് ഗിവൺ വാല്യൂ. തന്നിട്ടുള്ള വാല്യൂസിൻ്റെ പോസിറ്റീവ് റൂട്ടില്ലേ, അതിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുക. ഈ ജോമെട്രിക് മീൻ എന്തിനു ഉപയോഗിക്കണേ? ഫിദയ്ക്ക് ഞാൻ പറഞ്ഞതല്ലേ ജോമെട്രിക് മീൻ എന്തിനു ഉപയോഗിക്കണേ? ആ സ്പീഡ് ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ശരാശരി കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആവറേജ് ആണ് ഏത്? അതന്നെ, n പോസിറ്റീവ് വാല്യൂസിൻ്റെ റൂട്ടിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുക. അപ്പോൾ എന്താ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ? അരിത്തമെറ്റിക് മീൻ്റെ റെസിപ്രോക്കൽ. നമ്മൾ മറ്റൊടുത്ത് പഠിച്ചില്ലേ, ഹാർമോണിക് പ്രോഗ്രഷൻ പഠിച്ചില്ലേ? എന്താ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് റെസിപ്രോക്കൽ ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് അരിത്തമെറ്റിക് മീൻ. ക്ലിയർ ആയില്ലേ? യെസ് യെസ്. വാട്ട് ഈസ് മീഡിയൻ? എന്താണ് മീഡിയൻ? തന്നിട്ടുള്ള ഡാറ്റയുടെ മിഡിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒബ്സർവേഷനെയാണ് മീഡിയൻ എന്ന് പറയുക. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യം അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലാക്കണം. ഓക്കെ അല്ലേ? എന്താ മോഡ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള വാല്യൂവിനെയാണ് മോഡ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതാ പൊസിഷണൽ ആവറേജ്? ഏതാ പൊസിഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന ഏതാ? മീഡിയൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മീഡിയനിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടി കിട്ടിയില്ലേ? ഇറ്റ് ഈസ് എ പൊസിഷണൽ ആവറേജ്. ഓർത്ത് വെക്കാം കേട്ടോ. പൊസിഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു ആവറേജ് ഏതാണ് മക്കളെ? ഏതാ? മീഡിയൻ ഉണ്ടല്ലേ? ഓക്കെ യെസ്, MCQലുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്തിനു ഉപയോഗിക്കണേ? വേരിയേഷൻ കാണാൻ മക്കളെ. വേരിയേഷൻ ഇല്ലേ, ആ ചേഞ്ച് മനസ്സിലാക്കാൻ. രണ്ട് ഡാറ്റാസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ വേരിയബിലിറ്റി, സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി, സ്ഥിരത മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അത് രണ്ട് തരത്തിലുണ്ട്, റിലേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ആബ്സല്യൂട്ട് ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കുക ഏതൊക്കെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റേഞ്ച് പറഞ്ഞ ഏതൊക്കെയാ? എന്താ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണല്ലോ ഇക്വേഷൻ സെന്റൻസ് ആക്കി ഇതാ. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുന്നതാണ് റേഞ്ച്. അപ്പോൾ എന്താ ക്വാർട്ടർ ഡീവിയേഷൻ? മൊത്തം Q1ലേക്കുള്ള ഹാഫ് ഡിസ്റ്റൻസിനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. Okay. It's a 3 partition values which divide given data into 4 equal parts അല്ലേ. തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നുള്ള 3 പാർട്ടീഷൻ വാല്യൂസിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറയുക. അതിൽ Q1 ഉണ്ട്, Q2 ഉണ്ട്, ഇതൊക്കെ എഴുതണം കേട്ടോ. ദേ ആർ ഡിനോട്ടഡ് Q1, Q2 ആൻഡ് Q3 എന്നൊക്കെ പറഞ്ഞ് ഇമ്പോർട്ടൻറ്റ് അത് എഴുതണം കേട്ടോ. പിന്നെ QD ചോദിക്കാൻ പറയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ കേട്ടോ. ഈ റേഞ്ച് ചോദിച്ചാലും ക്വാർട്ടർ ഡീവിയേഷൻ ചോദിച്ചാലും മീൻ ഡീവിയേഷൻ ചോദിച്ചാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലും ആദ്യത്തെ സെൻറ്റൻസ് എന്താ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മറ്റേതാണെങ്കിലോ മീൻ മീഡിയം മോഡ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? SD ആണ് ആക്യുറേറ്റ് കേട്ടോ. ഓക്കെ, മറ്റേത് ചോദിക്കുകയാണെങ്കിൽ മീൻ മീഡിയം ഒക്കെ ആണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ് കേട്ടോ. ഓർത്ത് വെക്കണേ. യെസ്. എന്താണ് മീൻ ഡീവിയേഷൻ? ഇറ്റ് ഇസ് എ മീൻ ഓഫ് ദ ആബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം സം സ്യൂട്ടബിൾ ആവറേജസ്. അതായത് മീനോ മീഡിയനോ മോഡോ വെച്ചുകൊണ്ട് ഓരോ വാല്യൂസിൻ്റെ ഡീവിയേഷൻസിൻ്റെ മീനെയാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുക കേട്ടോ. യെസ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? എപ്പോഴും വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ്. സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർ ഡീവിയേഷൻ ടേക്കൺ ഫ്രം അരിത്തമെറ്റിക് മീൻ. അതായത് അരിത്തമെറ്റിക് മീനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാല്യൂസിൻ്റെയും അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കുറച്ചിട്ട് അതിൻ്റെ എന്തെടുക്കണം? സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ റൂട്ട് കാണണം, സ്ക്വയർ റൂട്ട് കാണണം. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ശരിക്കും ഇക്വേഷൻ തന്നെ അങ്ങനെയല്ല, സിഗ്മ x² / n - സിഗ്മ x / n ഹോൾ സ്ക്വയർ അങ്ങനെയല്ല ഇക്വേഷൻ.
അതായത് ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയർ ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം മീൻ ഓഫ് ദ ഡാറ്റ. മീൻ ഇത് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ഡിസ്പെർഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷേ മീൻ ഡിവിഷൻ അങ്ങനെയല്ല. മീൻ ഡിവിഷൻ മീൻ വെച്ച് കാണാം, മീഡിയം വെച്ച് കാണാം, മോഡ് വെച്ച് കാണാം. അപ്പോൾ മീനിൽ നിന്ന് മാത്രം ഓരോ വാല്യൂസിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എന്താ റെസ്പോണ്ട് ചെയ്യും മക്കളെ? ഓക്കെ. അടുത്തത് നമ്മുടെ സ്ക്യൂനെസ്. എന്താ സ്ക്യൂനെസ് പറഞ്ഞാൽ? ലാക്ക് ഓഫ് സിമെട്രി. ഈക്വൽ അല്ലാത്ത അവസ്ഥയെയാണ് സ്ക്യൂനെസ് എന്ന് പറയുക. അത് രണ്ട് തരമുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അത് വരച്ചു വെക്കണം കേട്ടോ, മറക്കരുത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻ മീഡിയം ഗ്രേറ്റർ ദാൻ മോഡ്. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മീൻ വലുതും സെക്കൻഡ് ലാർജസ്റ്റ് മീഡിയനും തേർഡ് ലാർജസ്റ്റ് മോഡും വന്നാൽ അത് പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. മീൻ ലെസ് ദാൻ മീഡിയം ലെസ് ദാൻ മോഡ് ആണെങ്കിലോ അത് വെറുതെ എഴുതി വെച്ചാൽ പോരെ മക്കളെ. എന്ത് വരയ്ക്കണം? കർവ്. റൈറ്റിലേക്കുള്ള ടെയിലും ലെഫ്റ്റിലേക്കുള്ള ടെയിലും. അറിയാലോ? എന്താ കർട്ടോസിസ്? കർട്ടോസിസ് വന്നാൽ ഉറപ്പായിട്ട് ഫിഗർ വരയ്ക്കുക. കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസ്ട്രിബ്യൂഷന്റെ പീക്കഡ്നെസ് അല്ലെ? പീക്കഡ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കർട്ടോസിസ്. അതിൽ മൂന്നെണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെയാ? മെസോകർട്ടിക്, അതിലേത് നോർമൽ കർവ് ഏതാ? മെസോകർട്ടിക് കേട്ടോ. അപ്പൊ അതൊക്കെ വരച്ചിങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ പീക്കഡും ഫ്ലാറ്റും അല്ലാത്തതിനെയാണ് മെസോകർട്ടിക് എന്ന് പറയുന്നത്. അതിനെ നോർമൽ കർവ് എന്ന് വിളിക്കാം. പ്ലേറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഫ്ലാറ്റർ ആയിട്ടുള്ളതാണ് അല്ലേ? ലെപ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? മോർ പീക്കഡ് ദാൻ മെസോ. മെസോനേക്കാൾ പീക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ലെപ്റ്റോകർട്ടിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കളെ? എന്താണ്? കേട്ടില്ല. ഫിഗർ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മക്കളെ. ഫിഗറിനെ പഠിപ്പിച്ചിട്ടില്ലേ? ഈ കർട്ടോസിസ് വന്ന മക്കളെ ഇതെന്തായാലും വരച്ചു വെക്കണം കേട്ടോ. ഇത് വരച്ചിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. എന്ത് കർട്ടോസിസ് ചോദിച്ചാലും ലെപ്റ്റോകർട്ടിക് ചോദിച്ചാലും എന്ത് വന്നാലും ഇത് അങ്ങോട്ട് വരച്ച് വെച്ച് സെറ്റാക്കുക. അതുപോലെ സ്ക്യൂനെസ് ചോദിക്കുമ്പോൾ പോസിറ്റീവ് സ്ക്യൂനെസ് റൈറ്റിലോട്ട് ടെയിൽ വരയ്ക്കുക, നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് ടെയിൽ വരയ്ക്കുക കേട്ടോ. സെറ്റല്ലേ?